ഇത് വൈറ്റ് കടലയും കൊണ്ട് ഉണ്ടാക്കുന്ന വളരെ ഡിഫറെന്റ് ഒരു ടേസ്റ്റി ആയിട്ടുള്ള പഞ്ചാബി ഡിഷാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമൃത്സരി ചോലയാണ്. ഇത് കാബുളി കടല അല്ലെങ്കിൽ വൈറ്റ് കടലയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വൈറ്റ് കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക. മസ്റ്റാണ്. മിനിമം ഒരു 6-7 മണിക്കൂർ കുതിർത്ത് വെക്കണം. എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് പ്രഷർ കുക്ക് ചെയ്യാം. കുക്കറിൽ കടല ഇട്ട് കുറച്ച് ഉപ്പും ഇടുക. പിന്നെ നമുക്കൊരു സ്പൈസ് പൗച്ച് ഉണ്ടാക്കണം. സ്പൈസ് പൗച്ച് ഉണ്ടാക്കാൻ ഒരു തുണി പീസ് എടുക്കുക. അതിൽ കുറച്ച് ചായപ്പൊടി, 2 ഇഞ്ച് സൈസുള്ള പട്ട, 2 ചുമന്ന മുളക്, 2 ഏലക്ക, 2-3 ഗ്രാമ്പൂ, 2 ബേ ലീഫ്, ഒരു സ്റ്റാർ അനീസും ഇട്ട് എല്ലാം ഒരു കെട്ടി പൗച്ചാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് കുക്കറിലേക്ക് ഇടാം. ഒരു 5-6 വിസിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് എടുക്കാം. ഇനി നമ്മളിതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഗീയും പിന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുക. ഈ ഗീ ബേൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലും കൂടി മിക്സ് ചെയ്യുന്നത്. നല്ല ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ ഒരു 4 മീഡിയം സൈസ് ഉള്ളി ചേർത്ത് കൊടുക്കുക, ചോപ്പ് ചെയ്ത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, ഈ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അമൃത്സരി ചോലയുടെ പുറകെ ഒരു സ്റ്റോറി ഉണ്ട്. ബേസിക്കലി ഈ ചോല എന്ന് പറയുന്നത്, ചോല അല്ലെങ്കിൽ വൈറ്റ് കടല എന്ന് പറയുന്നത് ഇന്ത്യൻ അല്ല. ഇത് ആദ്യം മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലായിരുന്നു അധികം ഉണ്ടാവുക. അവിടെ ഇത് ട്രേഡും ടൂറിസത്തിന് ത്രൂ ഇന്ത്യയിലേക്ക് വന്നു. ഇന്നത്തെ സമയത്ത് വേൾഡിൽ 64% പ്രൊഡക്ഷൻ ഇന്ത്യയാണ് ചെയ്യുന്നത്. റെസ്റ്റ് 36% ആണ് വേൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അമൃത്സർ പഞ്ചാബിലെ ഒരു സിറ്റിയാണ്. അവിടെ ഒരു ഓൾഡ് ഫുഡ് ഷോപ്പുകാരുണ്ടായിരുന്നു. അവർ പറയുന്നത് അവരെവിടെയും പോയി ഒരു ഫുഡിൻ്റെ കട സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ പോയി അവിടുത്തെ വെള്ളം കുടിച്ചു വെക്കും. ആ വെള്ളത്തിന്, അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ വെള്ളത്തിന് ഒരു ഫ്ലേവർ ഉണ്ടെങ്കിലേ അയാൾ അവിടെ കട സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പറയുന്നത് എല്ലാ സ്ഥലത്തെ വെള്ളത്തിനും ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടാവും, ഒരു ഫ്ലേവർ ഉണ്ടാവും. അതായിരിക്കും ആ ഫുഡിനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് കൊടുക്കുക. അപ്പം അമൃത്സറിൻ്റെ വെള്ളത്തിന് നല്ല ഒരു സ്വീറ്റ്നെസ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ട്. അങ്ങനെ അവിടെ ഉണ്ടാക്കിയ ചോലെ, അവിടുത്തെ സ്റ്റൈൽ ഉണ്ടാക്കിയ ചോലെ ഒരു ഡിഫറെൻ്റ് തന്നെ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്നറിയുന്ന ആ ചോലെ, അമൃത്സരി ചോലെ വേൾഡ് ഫേമസ് ആയി മാറിയത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജസ്റ്റ് ഒരു പിഞ്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്, നമുക്ക് ഫ്ലേവറിന് വേണ്ട മഞ്ഞളുടെ, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിൽ നല്ല ഒരു ഉള്ളി തക്കാളി മസാല ഉണ്ടാവണമെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലി പൗഡർ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മസാല ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉള്ളി തക്കാളി ഒരു 1:2 റേഷ്യോയിൽ ഉണ്ടായിരിക്കണം. 4 ഉള്ളിക്ക് 2 തക്കാളി. നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു മസാല ആക്കിയെടുക്കണം. ഓയിൽ നല്ല തെളിഞ്ഞ് വരണം. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ചന മസാലയും ഇട്ട് പിന്നെയും വഴറ്റാം. ഇനി നമ്മുടെ കടല ആയിട്ടുണ്ട്. ഈ സ്പൈസ് ബാഗ് മാറ്റാം. എന്നിട്ട് കടലേനെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടല ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക. അത് ലാസ്റ്റിൽ നമുക്ക് ഉടച്ചിട്ട് ഗ്രേവിക്കകത്ത് ചേർത്ത് കൊടുക്കാം, ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 5-8 മിനിറ്റ് വരെ നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അതിനെ വേവിക്കാം. എന്നിട്ട് ഒരു 1.5 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ ഇട്ട് കൊടുക്കുക. ഇത് ഒരു മസ്റ്റായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ജനറലി ഉണങ്ങിയ അനാറിൻ്റെ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുക. അനാർദാന എന്ന് പറയും. അതില്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡറും ഇട്ട് കൊടുക്കാം.
ലാസ്റ്റിൽ 2 പച്ചമുളകും കുറച്ച് കടല ഉടച്ചിട്ട് ഗ്രേവിക്കകത്ത് ചേർത്ത് കൊടുക്കാം, ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ട്. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും ഇട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ അമൃത്സരി ചോലെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്പൈസി ഫ്ലേവർഫുൾ ഡിഷാണ്. ഇത് ചപ്പാത്തിയോ പൂരിയുടെ കൂട്ടത്തിൽ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറഞ്ഞു തരിക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാലോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും നമുക്ക് വേറെ ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. Until then, bye.